റിയാദ് നാടകവേദി ആൻഡ് ചിൽഡ്രൻസ് ക്ലബ്ബ് അവതരിപ്പിച്ച ഇന്റർ സ്കൂൾ നാടക മത്സരം ശ്രദ്ധേയമായി. നാട്ടിലെ നാടകോത്സവങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ആഘോഷത്തോടെയാണ് പ്രവാസികളായ നാടകപ്രേമികൾ മത്സരം വീക്ഷിക്കാനെത്തിയത്. അമൃത TV റിപ്പോർട്ടർ നരേന്ദ്രൻ ചെറുകാട് നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. റിയാദിലെ 9ഓളം ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ 12 നാടകങ്ങളാണ് വേദിയിൽ അവതരിപ്പിച്ചത്. നാട്ടിലെ നാടകവേദികളെ അനുസ്മരിപ്പിക്കും വിധം മികച്ച കർട്ടൻ ലൈറ്റ് സംവിധാനങ്ങൾ സംഘാടകരായ റിയാദ് നാടകവേദി ആൻഡ് ചിൽഡ്രൻസ് ക്ലബ്ബ് ഒരുക്കിയിരുന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരത്തോടെ റിയാദിൽ പ്രവർത്തിക്കുന്ന സംഘടന ഒട്ടേറെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇത്തരം ഒരു സാഹസം ഏറ്റെടുത്തതെന്ന് പ്രസിഡന്റ് ദീപക് കലാനി പറഞ്ഞു. രാവിലെ 10:30 മണിക്ക് ആരംഭിച്ച മത്സരങ്ങൾ രാത്രി വരെ നീണ്ടുനിന്നു. അരമണിക്കൂറായിരുന്നു ഓരോ നാടകത്തിനും സമയം അനുവദിച്ചിരുന്നത്. മത്സരങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ മോഡേൺ സ്കൂൾ, ഡൽഹി പബ്ലിക് സ്കൂൾ, അലിഫ് സ്കൂൾ എന്നിവർ നേടി. മോഡേൺ വിദ്യാഭ്യാസത്തിന്റെ ന്യൂനതകളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് യാര ഇന്റർനാഷണൽ സ്കൂൾ അവതരിപ്പിച്ച അക്ഷരപ്പുഴു എന്ന നാടകം സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് അർഹമായി. ഇന്റർനാഷണൽ സ്കൂൾ തിയേറ്റർ അസോസിയേഷൻ ചെയർമാനും സ്കോട്ട്ലൻഡ് സ്വദേശിയുമായ ഇയാൻ സുപ്രിലിംഗ് മത്സരങ്ങൾ വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്തു. പ്രസിദ്ധ എഴുത്തുകാരൻ മധു നായർ ന്യൂയോർക്ക് പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു. നരേന്ദ്രൻ ചെറുകാട്, അമൃത ന്യൂസ്, റിയാദ്.